എന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു അനുഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്റെ മണ്ഡലത്തിലെ തൃക്കോവിൽവട്ടം പഞ്ചായത്തിലെ ചേരിക്കോണം എന്ന് പറഞ്ഞ ഒരു കോളനി ഉണ്ട്. അവിടെ ഒരു കുടുംബത്തിലെ 3 കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം വന്നു. മൂത്ത കുട്ടി 19 വയസ്സുള്ള പെൺകുട്ടി, രണ്ടാമത്തത് 17 വയസ്സുള്ള പെൺകുട്ടി, മൂന്നാമത്തത് 13 വയസ്സുള്ള ആൺകുട്ടി. ജില്ലാ ആശുപത്രിയിൽ നിന്നും ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെ ഒരു സംവിധാനവും ഇല്ലാതെ തകർന്നു കിടക്കുന്ന ആശുപത്രിയാണത്. അവർക്കൊരു പരിഗണനയും കിട്ടിയില്ല. അയാൾ പണം കൊടുത്തു വാങ്ങിയ ഒരു പായിൽ ഈ 3 മക്കളെ കിടത്തി. അവിടെ ആരും നോക്കാൻ ചെന്നില്ല. രക്തം ഛർദ്ദിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. രണ്ടാമത്തെ ദിവസം 19 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു. ആ കുട്ടിയുടെ മൃതശരീരം വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു. കാരണം 2 കുട്ടികളും സീരിയസ് ആണ്. ഈ അച്ഛനും അമ്മയ്ക്കും അവരെ ഉപേക്ഷിച്ച് പോകാൻ കഴിയുന്നില്ല. രണ്ടാമത്തെ ദിവസം 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് 17 വയസ്സുള്ള രണ്ടാമത്തെ പെൺകുട്ടിയും മരണപ്പെട്ടു. ഞാന് ആ വീട്ടിൽ ചെല്ലുമ്പോ ആ വീട്ടിന്റെ മുറ്റത്ത് ഒറ്റമുറി ഓല ഷെഡിന്റെ മുറ്റം, ചെറിയ മുറ്റം മാത്രമേ ഉള്ളൂ അവർക്ക്. ആ ഒറ്റമുറി ഓല ഷെഡിന്റെ മുറ്റത്ത് 2 ചിത ഒരുക്കിയിരിക്കുകയാണ്. ആ വീടിന്റെ മുറ്റത്തല്ലാതെ വേറെ സ്ഥലമില്ല. 2 പെൺകുട്ടികളുടെ മൃതശരീരം കൊണ്ട് കിടത്താൻ 2 ചിത ഒരുക്കിയിരിക്കുകയാണ്. അന്ന് വൈകുന്നേരം അയാൾ തിരികെ പോയി മെഡിക്കൽ കോളേജിൽ നിന്ന് മകനെ മനഃപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി കൊല്ലത്തെ ഒരു ആശുപത്രിയിൽ കൊണ്ടുവന്നു, ഒരു സ്വകാര്യ ആശുപത്രിയിൽ. ഞാൻ അന്ന് വൈകുന്നേരം അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു. അദ്ദേഹം എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ ഇവിടെ നിന്ന് മാറ്റണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കാരണം കുട്ടിക്ക് ഏത് സമയവും ലിവറിലേക്ക് ഇൻഫെക്ഷൻ ബാധിക്കും, ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരും. ഒന്നുകിൽ അമൃതയിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ കിംസ് ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഈ 2 ആശുപത്രികളുടെ പേര് മെഡിസിറ്റി എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഏത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു? അദ്ദേഹത്തിന്റെ അഭിപ്രായം എടുക്കണമല്ലോ, പിതാവല്ലേ, എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ കിംസ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവർ ഡിസ്ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കൊണ്ടുപോകാൻ അവർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം അവിടെ പറ്റൂല. ഞാൻ നജീബിനെ വിളിച്ചു, അവിടെ ഏർപ്പാട് ചെയ്തു. ഈ കുട്ടിയെ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആശുപത്രിക്കാരോട് പറഞ്ഞു, പാവങ്ങളാണ്, പട്ടികാധികാരാണെന്ന് കരുതിയിട്ട്, പണം കിട്ടില്ല എന്ന് കരുതിയിട്ട് വേഗം ഡിസ്ചാർജ് ഒന്നും ചെയ്യരുത്, 1 രൂപ അവരോട് ചോദിച്ചേക്കരുത്. പൂർണ്ണമായും എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് രോഗമുക്തി നേടിയിട്ട് ഡിസ്ചാർജ് ചെയ്യിക്കാമെന്ന് പറഞ്ഞു. ആ കുട്ടിയെ മാത്രം നമുക്ക് തിരിച്ചു കിട്ടി. ആ സമയത്ത് എനിക്ക് ആ വീട്ടിൽ ചെല്ലാൻ, ഞാൻ ചിലപ്പോ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ദൂരത്ത് എവിടെയെങ്കിലും ആയിരുന്നാൽ ചിലപ്പോൾ എനിക്ക് അവിടെ എത്താൻ കഴിയുന്നു വരില്ല. ആ സമയത്ത് ഒരു ദിവസം വൈകിയിരുന്നെങ്കിൽ ആ കുടുംബത്തിന് 3 മക്കളെയും നഷ്ടപ്പെട്ടതിന്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സ്ഥിതിയാണ്. ഇതാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ, വ്യത്യസ്തമില്ല. ഇതാണ് കോന്നി മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി. ഇതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസിയുയിൽ പ്രവേശിപ്പിച്ച ഒരു രോഗിയെ ഐസിയുയിൽ വെച്ച് ആശുപത്രിയിൽ ഒരു ജീവനക്കാരൻ റേപ്പ് ചെയ്തു. ഐസിയുയിൽ കിടക്കുന്ന ഒരു രോഗിയുടെ നിസ്സഹായ അവസ്ഥ നിങ്ങൾ ഓർക്കണം. ആ നിസ്സഹായ അവസ്ഥയിൽ കിടക്കുന്ന ഗുരുതര അസുഖമുള്ള ഒരു സഹോദരിയെ ആശുപത്രിയിലെ ഒരു ജീവനക്കാരൻ റേപ്പ് ചെയ്തു. ആ റേപ്പ് ചെയ്തവനെ കുറിച്ച് അന്വേഷണം വന്നപ്പോൾ ഐസിയുയിൽ ജോലിയുണ്ടായിരുന്ന ഒരു നഴ്സ് മൊഴി കൊടുത്തു. അയാൾക്കെതിരെ കേസെടുക്കേണ്ടി വന്നു. ഈ ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ, വീണ ജോർജ്, ഉണർന്നു പ്രവർത്തിച്ചു. NGO യൂണിയൻകാരനായ ആ കുറ്റവാളിക്കെതിരെ മൊഴി കൊടുത്ത നഴ്സിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സ്ഥലം മാറ്റി. ഒടുവിൽ അവർ കേരള ഹൈക്കോടതിയിൽ പോയി. കോടതി ഉത്തരവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരിച്ചു വന്നു. നോക്കൂ, ഒരു സ്ത്രീയല്ലേ ഇവർ, ഈ വീണ ജോർജ്? എങ്ങനെയാണ് ഇങ്ങനെയുള്ള കൊടും ക്രിമിനലുകളെ ഈ രൂപത്തിൽ പിന്തുണയ്ക്കാൻ അവർക്ക് കഴിഞ്ഞത്? ഞാനതാണ് സൂചിപ്പിച്ചത്. ഈ സർക്കാർ അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധ സർക്കാരായി മാറിയിരിക്കുകയാണ്. ജനവിരുദ്ധ സർക്കാർ, തൊഴിലാളി വിരുദ്ധ സർക്കാർ, സ്ത്രീ വിരുദ്ധ സർക്കാർ, വിഭജന വിരുദ്ധ സർക്കാർ, കർഷക വിരുദ്ധ സർക്കാർ എന്ന് പറയുന്നതോടൊപ്പം ഈ സർക്കാർ ഒരു മനുഷ്യത്വ വിരുദ്ധ സർക്കാരായി മാറിയിരിക്കുകയാണ്. ആ മനുഷ്യത്വ വിരുദ്ധ സർക്കാരിനെ
നമുക്ക് താഴെ ഇറക്കണം.